അല്ല, ഇനിയിപ്പോൾ നിർദ്ദേശിക്കുന്ന ഒരു മരുന്ന് എന്താണ്? എവിടെ നിന്ന് ശുദ്ധീകരിച്ച് തുടങ്ങാൻ സാധിക്കും? കാരണം എന്തായാലും ഇത് ശുദ്ധീകരിക്കപ്പെടണം, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ മുഖം വൈകൃതമായിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. അപ്പോൾ അതിനൊരു എന്താണ് സാറ് നിർദ്ദേശിക്കുന്ന ഒരു മരുന്ന്? ശുദ്ധീകരണത്തിന് തയ്യാറാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലെ സഭാപിതാക്കന്മാർ എത്തണം. അതിനൊരു പുതിയ ജനറേഷൻ ഡെവലപ്പ് ചെയ്ത് വരണം. ഇപ്പോൾ കാണുന്ന പണ്ടൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു വൈദികരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ. വാസ്തവത്തിൽ ഞാൻ അന്ന് അതിനൊക്കെതിരെ സംസാരിച്ചിട്ടുള്ളതാണ്. എൻ്റെ ചെറുപ്പത്തിൽ 3 തലമുറകളുടെ കുടുംബ പശ്ചാത്തലം നോക്കിയിട്ടാണ് ഒരു വൈദിക വിദ്യാർത്ഥിയെ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഞങ്ങളെന്ന് പറഞ്ഞിരുന്നത് സമ്പന്ന കുടുംബങ്ങളിൽ നിന്ന് മാത്രമാണ് നിങ്ങൾ വൈദികരെ റിക്രൂട്ട് ചെയ്യുന്നതായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. കുറേ റിഫൈൻഡായ ആളുകൾ, ശരിക്കും പറഞ്ഞാൽ സ്കോട്ട്ലൻഡ് യാർഡിൽ പോലീസിന് എടുക്കണ പോലെയായിരുന്നു. 3 തലമുറയ്ക്ക് അപ്പുറത്ത് എന്തെങ്കിലും കുറ്റകൃത്യം ഉള്ളവരാണെങ്കിൽ സ്കോട്ട്ലൻഡ് യാർഡിൽ പോലീസിന് എടുക്കില്ല. ഇവിടെ അതുപോലെ ഒരു 3 ജനറേഷൻ നോക്കും. അതിൽ പ്രോബ്ലം എന്തെങ്കിലും ഉള്ള ആളുകളാണെങ്കിൽ അവർ എടുക്കില്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ വൈദിക വൃത്തിയിൽ വരുന്ന ആളുകളെ ഞാൻ കാണുന്ന ഒരു തകരാറ്, ആളുകൾ കുറയുന്നുണ്ട്. ശരിയായ ദൈവവിളി കുറയുന്നുണ്ട്. ശരിയായ ശുദ്ധമായ മനസ്സോടുകൂടി വൈദ്യവൃത്തിയിലേക്ക് വരാനുള്ള ആളുകൾ കുറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായ റിക്രൂട്ട്മെൻറ്റ്സിന് കുറേ റിലാക്സേഷൻ വേണ്ടി വരും. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിയും ബോധവുമുള്ള ആളുകളൊക്കെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി ഡോക്ടറോ എഞ്ചിനീയറോ ആകാൻ നോക്കും. ബുദ്ധിയില്ലാത്ത കത്തോലിക്കരെ സെമിനാരിൽ ചേരാൻ. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പഠനമല്ലേ? ഒരു ബുദ്ധിമുട്ട്, എന്ത് ബുദ്ധിമുട്ട്? അതെല്ലാം ഇവർ പഠിപ്പിച്ചെടുക്കുകയല്ലേ. ഇവരെ ഒരു ബുദ്ധിയില്ലാത്തവന് ഇവിടെ വന്ന് ചേർന്ന് സാധാരണ രീതിയിൽ അച്ഛനായി പോവാം. അപ്പോൾ അവനൊരു പർപ്പസായിട്ട്, ഒരു പ്രൊഫഷനായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇവിടെ ദൈവവിളിയില്ല. MBBS കിട്ടാനുള്ള ഒരു തലച്ചോറ് എനിക്കില്ലാത്തപ്പോൾ അതിനേക്കാളും കുറേ കൂടി റെസ്പെക്റ്റ് കിട്ടുന്നു. ഒരു ലോഹധാരിയെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായൊരു ഡോക്ടറെ കിട്ടുന്നതിലും റെസ്പെക്റ്റ് ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവൻ്റെ മനസ്സിലുള്ളത്. പിന്നെ അതിരുകളില്ലാത്ത ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം. ഏത് പ്രൊഫഷൻ എടുത്താലും അങ്ങനെ സംവിധാനമില്ല. അപ്പോൾ അങ്ങനെ ഒരു നല്ല പ്രൊഫഷനായിട്ട് കണ്ട് യാതൊരു ദൈവവിളിയില്ലാത്തവരുമാണ് ധാരാളം ആളുകൾ ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. അവരാണ് ഈ സഭയെ കൂടുതലായി അലങ്കോലമാക്കുന്നത്. അപ്പോൾ വരുന്ന പുതിയ ജനറേഷനിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിനടിസ്ഥാനമായി സഭാപിതാക്കന്മാരിൽ മാറ്റം ഉണ്ടാവണം. എണ്ണം കൊത്തിൽ കുറവാണെങ്കിലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊരു ശ്രമം ഉണ്ടാവണം. പക്ഷെ അത് ചെയ്യിക്കണമെങ്കിൽ എന്ത് പറ്റണം? തലപ്പത്തിരിക്കുന്ന ആളുകളിൽ ശുദ്ധിയുള്ള ആളുകൾ വരണം. ഇവിടെ 10-11 വർഷത്തിന് മുമ്പ് ഒരു ബിഷപ്പ് അധികാരമേറ്റ ഒരു മീറ്റിങ്ങിൽ വെച്ച് ഞങ്ങളെല്ലാം സ്തബ്ധരായി പോയതാണ് കേട്ടിട്ട്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ, ഈ സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ എൻ്റെ ഒരു ചെറുവിരൽ പോലും ഞാൻ അനക്കിയിട്ടില്ല എന്ന്. വളരെ നിഷ്കാമിയായിട്ടാണ് അദ്ദേഹം വന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ പിന്നിൽ കിടക്കുന്ന അർത്ഥം നമ്മൾ ശ്രദ്ധിക്കില്ലേ? ഇത് ചെറുവിരൽ അനക്കിയാൽ മാത്രം കിട്ടുന്നൊരു സ്ഥാനമാണെന്ന് അദ്ദേഹം പറഞ്ഞ് വ്യക്തമാക്കുകയാണത്. പലരും ചെറുവിരലും വലിയ വിരലൊക്കെ അനക്കിയിട്ടുണ്ട്, എനിക്ക് വെറുതെ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ദൈവവിളിയിലൂടെ കിട്ടുന്നൊരു സംഗതിയല്ല. മാനിപ്പുലേറ്റേഴ്സിനായിരിക്കും ഒരുപക്ഷെ ഇത്തരം അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നത്. അത്തരം മാനിപ്പുലേറ്റേഴ്സ് അവരുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കപ്പുറത്ത് സഭയുടെ പൊതുവായ നന്മയെയും വളർച്ചയും കരുതിയിട്ട് ഒന്നും ചെയ്യണമെന്നില്ല. അവിടെയാണ് സഭയുടെ അടിസ്ഥാനപരമായ തകരാറ്. അവിടെ മാറ്റം ഉണ്ടാവണം. സഭാപിതാക്കന്മാരായി വന്ന ആളുകളിൽ അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടാവണം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരിക്കലും എറണാകുളത്ത് ഒരു നാഷണൽ സെമിനാർ നടക്കുക വൈദികരുടെ. അപ്പം അതിൽ ഞങ്ങളാണത് ഓർഗനൈസ് ചെയ്തത്. യൂത്ത് ഡയറക്ടേഴ്സാണ് വന്നിരിക്കുന്നത്, എല്ലാം ചെറുപ്പക്കാരാണ്, അച്ഛന്മാർ. അപ്പോൾ ഓരോ ദിവസവും ഓരോ ബിഷപ്പുമാർ വന്നാണ് കുർബാനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. ആദ്യത്തെ ദിവസം അന്ന് കാർഡിനൽ പടിയറയായിരുന്നു. രണ്ടാമത്തെ ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡോക്ടർ കൊർണേലിയസ് ഇലഞ്ഞിക്കലായിരുന്നു. അദ്ദേഹം വന്ന് കുർബാനയ്ക്ക് അൾത്താരയിൽ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ വൈദികരിങ്ങനെ നിരന്ന് നിൽപ്പുണ്ട്. 100-120ഓളം വൈദികരുണ്ടായിരുന്നു. ഒരാളും മറ്റേ ഞങ്ങളുടെ ഔദ്യോഗിക വസ്ത്രം ധരിച്ചിട്ടില്ല, ലോഹ ധരിച്ചിട്ടില്ല. അപ്പോൾ പിതാവ് അപ്പം തന്നെ ഒരു അച്ഛനെ വിളിച്ചിട്ട് ചോദിച്ചത്, വൈദികരുടെ കുർബാനയാണോ? അതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരൊന്നും മറ്റേ ലോഹ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അത് ആരും ധരിക്കാതെയാണ് വന്നിരിക്കണമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ധരിച്ചിട്ട് വന്നാൽ മതി, എന്നിട്ട് കുർബാന തുടങ്ങാമെന്ന് പറഞ്ഞു. അത് അവിടെ വെച്ച് അവസാനിപ്പിച്ചു. അദ്ദേഹം പുറകെ ചെന്നിരുന്നു. ഈ വൈദികർ ഒരാൾ പോലും തിരുവസ്ത്രം കൂടെ കൊണ്ടുവന്നിട്ടില്ല. എല്ലാ ദിവസവും നിർബന്ധമായി കുർബാന അർപ്പിച്ചിരിക്കണമെന്ന് വൈദികർക്ക് നിഷ്കർഷയുള്ളതാണ്. ഒരാൾ പോലും ഈ തിരുവസ്ത്രം കൊണ്ടുവരാതെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ കൊർണേലിയസ് ഇലഞ്ഞിക്കൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കുർബാന വേണ്ട, എനിക്ക് അതിൻ്റേതായ രീതികളുണ്ടെന്ന് പറഞ്ഞു. ഈ വസ്ത്രം ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരു വൈദികന് ആ തിരുവസ്ത്രം നിൽക്കാൻ ഒരു പോലീസുകാരൻ നമ്മളെപ്പോഴും റെസ്പെക്ട് ചെയ്യുന്നത് ആ വസ്ത്രത്തിലുള്ളപ്പോഴാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ പോലീസുകാരൻ വഴിയിൽ തല്ലുകൊള്ളും.
ഈ വസ്ത്രത്തിനും അതിൻ്റേതായ ഒരു പവിത്രതയുണ്ട്. ആ പവിത്രത ആ ഓരോ ചടങ്ങിന് വരുമ്പോൾ അതിൻ്റേതായ സംവിധാനത്തിലുണ്ടായിരിക്കണമെന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് അദ്ദേഹം പറഞ്ഞ് അത് ധരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരാരും കൊണ്ടുവന്നിട്ടുണ്ടായില്ല. അങ്ങനെയാണ് കുർബാന വേണ്ടെന്ന് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കോംപ്രമൈസിന് കൊർണേലിയസ് പിതാവ് തയ്യാറായി. അപ്പോൾ അതിന് ഞങ്ങളൊരു സ്റ്റോൾ എന്ന് പറയും, ഇങ്ങനെ ഒരു സംഗതി ഇടാറുണ്ട്. ശരി, സ്റ്റോൾ ധരിക്കട്ടെ എന്ന് പറഞ്ഞു. എല്ലാ ദിവസവും കുർബാന അർപ്പിക്കണവൻ മിനിമം ഈ സ്റ്റോളെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ്. ഇവരുടെ കയ്യിൽ പലരുടെ കയ്യിലും സ്റ്റോളും ഇല്ല. സ്റ്റോളില്ലാത്തവർ നിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ അവസാനം അടുത്ത പള്ളികളിലൊക്കെ പോയി കുറേ സ്റ്റോളൊക്കെ സംഘടിപ്പിച്ച് ഒരു മണിക്കൂറിനേറെ കാത്തു നിന്നിട്ടാണ് കുർബാന ആരംഭിച്ചത്. ഇപ്പോഴത്തെ ഒരു സംവിധാനത്തിനാണെങ്കിൽ അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഈ വൈദികരെ പറഞ്ഞു ആ മനുഷ്യന് വട്ടാണെന്ന് പറഞ്ഞു. കൊർണേലിയസ് ഇലഞ്ഞിക്കലിന് വട്ടാണെന്ന് പറഞ്ഞു. ആ തലമുറയാണെന്ന് കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിൽ കത്തോലിക്ക സഭയെ നയിക്കുന്നത്. കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ അരയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഈ വസ്ത്രം വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് അടുത്ത ബൈക്കോ അല്ലെങ്കിൽ കാറോ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. വേറെ വിഷയമില്ല അവിടെ. എന്തായാലും നമ്മളോടൊപ്പം ഇത്രയും നേരം സഹകരിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് യാഥാർത്ഥ്യം എന്താണെന്ന് പല സമയത്തും മറച്ചു വയ്ക്കപ്പെടുകയാണ് ഉണ്ടായത്. തുറന്ന് ഇത്രയും ശക്തമായ രീതിയിൽ ഇവിടെ നമ്മളോടൊപ്പം നമ്മുടെ പുല്ലൂടൻ സാറ് സഹകരിച്ചു, അതിനെക്കുറിച്ച് സംസാരിച്ചു. ദൈവം ഇനിയും മുന്നോട്ട് ഈ പടം നയിക്കാനുള്ള, ശുദ്ധീകരിക്കാനുള്ള ഈ യാത്രയിൽ ഒരുപാട് ആയുസ് നൽകട്ടെ, ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. നന്ദി.